വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം കൊടിയേറി. തിരുവമ്പാടിയും പാറമേക്കാവും ഉൾപ്പെടെ ഘടകക്ഷേത്രങ്ങളിൽ കൊടിയേറ്റ് ചടങ്ങ് നടന്നു. കൊടിക്കൂറകൾ ആകാശത്തുയർത്തതോടെ തൃശൂരിൽ നാടും നഗരവും പൂരാവേശത്തിലാണ്. ഈ മാസം 24-നാണ് സാമ്പിൾ വെടിക്കെട്ട്. ഘടകക്ഷേത്രമായ ലാലൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ രാവിലെ 8:15-ഓടെയാണ് തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള കൊടിയുയർന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ളവർ ആദ്യ കൊടിക്കൂറ ഉയർത്താനായി ലാലൂരിലെത്തിയിരുന്നു. തൃശൂർ പൂരാവേശത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ വിവിധ തലങ്ങളിൽ നടന്നു വരികയാണ്. 2024 അവിചാരിതമായി ഉണ്ടായിട്ടുള്ള ചില അപശകുനങ്ങൾ അതെല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ടാണ് 2025 പൂരപ്രേമികൾക്ക് 2 പതിറ്റാണ്ടിന് ശേഷം ഏറ്റവും അടുത്ത് നിന്ന് വെടിക്കെട്ട് ഉൾപ്പെടെ ആസ്വദിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ദേവസ്വം ബോർഡ്. ശേഷം 11 മണിയോടെ തിരുവമ്പാടിയിൽ ചടങ്ങുകൾ തുടങ്ങി. 11:30-ഓടെ ആർപ്പുവിളികളുടെ അകമ്പടിയിൽ കൊടിയേറ്റം. പതിനൊന്നരയ്ക്ക് തന്നെയായിരുന്നു പാറമേക്കാവിന്റെയും കൊടിയേറ്റം. വടക്കുന്നാഥനെ സാക്ഷിയാക്കി ഗജവീരന്മാരുടെ അകമ്പടിയോടെ പാറമേക്കാവിലെ തിരുമുറ്റത്ത് മേളപ്പെരുക്കം. രാത്രി 7 മണിക്ക് നെയ്തലക്കാവിലമ്മയ്ക്ക് കൊടികയറുന്നതോടെ പൂരത്തിന്റെ കൊടിയേറ്റ് ചടങ്ങുകൾ സമാപിക്കും. കൊടിയേറ്റ് ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടെ തൃശൂർ പൂരാവേശത്തിലാവും. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.